ഇവൻ ആരാണെന്ന് പോലീസ് കണ്ടെത്തട്ടെ. യഥാർത്ഥത്തിൽ ഇവൻ ആരാണ്, ഈ ക്യാരക്ടർ ആരാണ്, അത് പോലീസ് വന്നിട്ടില്ലല്ലോ. കൊന്ന കാര്യം, അതിന് റിക്കവറി കാര്യം മാത്രമല്ലേ പോലീസ് ഇപ്പം ചെയ്യുന്നുള്ളൂ. ഇവൻ ഇങ്ങനെ ഒരു ചാത്താനായത് എങ്ങനെയാണെന്ന് പോലീസ് കണ്ടുപിടിക്കണമല്ലോ. അതിലോട്ട് വന്നിട്ടില്ല എന്നാണ് ഞാൻ പറയണേ. അത് വൈരാഗ്യം കൊണ്ടാണ്, പണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൊന്നതെന്ന്. ഇനി ഇവന് വേറെ വല്ലയിടത്തും വില കേസ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല. ഇവൻ ചെയ്ത ആരും പിടിക്കുക. ഇവൻ ഈ രാത്രി പോകുന്ന എവിടെയാണ്? മോഷണമാണോ? ഇവന് പൈസ ആവശ്യമുണ്ടല്ലോ, അത് മോഷണമായിരിക്കാം. അതിലൊന്നും പോലീസ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവൻ എവിടെയാണ് പോകുന്നതെന്ന് അത് ടൈം വെച്ച് ഓരോരോ മണിക്കൂർ വെച്ച് അത് അക്കൗണ്ട് ചെയ്യണം പോലീസ്. അതിന് ക്ഷമ വേണം പോലീസിന്. ഇവനൊരു അബ്നോർമൽ ബിഹേവിയറൊക്കെ, ഇവൻ ശാന്തനായിട്ട് ഇരിക്കുന്നെങ്കിലും ആ കക്കൂസി സമയത്ത് ഇവൻ്റെ നിറം മാറിയത് കണ്ടില്ല. ഇവൻ്റെ ഹാൻഡ് കഫ് അടിച്ചോടുകൂടി അവൻ്റെ നിറം മാറി. ഇവൻ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലോ. തലയുടെ പുറയിൽ അടിച്ചാൽ അന്നേരം തീരുമെന്ന് പഠിച്ചിട്ടുണ്ട്. അത് എവിടുന്ന് പഠിച്ചു? അല്ലെങ്കിൽ ആരെങ്കിലും ക്ലാസ് കൊടുത്തിട്ടുണ്ടോ? അത് രണ്ടും നോക്കണം. ഇൻ്റർനെറ്റിൽ കണ്ടില്ല എന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ തള്ളിക്കളയൊന്നുമില്ല ഞാൻ. അത് വേറെ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? അല്ല ചുമ്മാ ജനിച്ചു കൊണ്ടുവന്ന ഒരു പയ്യനെ, ഇത്ര ചെറുപ്പക്കാരൻ്റെ പയ്യൻ്റെ മനസ്സിൽ ഇതുപോലുള്ള ഭീകരമായ ബീഭത്സമായ കൊലപാതകം നടത്താനായിട്ടുള്ള സാധനം മുളച്ചു വരുമോ മനസ്സിനകത്തുനിന്ന്? അങ്ങനെയൊന്നും വരത്തില്ല. അതെവിടെയെങ്കിലും കാണണം, ദൃശ്യം വേണം, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആശാന്മാർ വേണം. കളരിയൊക്കെ കരാട്ടയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആശാൻ വേണം, അല്ലാതെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവൻ്റെ ആ വേലയൊന്നും നടക്കത്തില്ല പോലീസിൻ്റെ അടുത്ത്. ഞാനങ്ങനെ കരുതി. പോലീസ് വളരെ സൂക്ഷിക്കണം. കാരണം അവനെ ജീവനോടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. പല പല അഭ്യാസങ്ങൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം കക്കൂസി പോകാൻ നേരത്ത് അതിൻ്റെ മുകളിൽ നിന്ന് ചാടി. പോലീസുകാരാകെ വിഷമിച്ച് ആകെ നിൽക്കുകയാണ്. കാരണം അതുങ്ങൾ ആൾക്കാർ മാറി മാറി വരുന്നെങ്കിലും എല്ലാവർക്കും ഇവനെ കസ്റ്റഡി വെക്കുമ്പോൾ ഭയമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ഭയമാണ്. എന്ത് സംഭവിക്കുമെന്ന് പറയാനൊക്കില്ല. അവർ സമാനം പറയണ്ടേ നാളെ? ജീവനുമായിട്ടുള്ള ബന്ധാടുന്നത്. അന്വേഷണത്തിന് നല്ല സുഖമാണെന്നൊക്കെ തോന്നും. പോലീസ് ഇരിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നും, നല്ല സുഖമാണ്, പോലീസിന് അധികാരമുണ്ട്, മറ്റേതാണ് മറിച്ച്. ഇതുപോലെയുള്ള വട്ടന്മാർ വന്നാൽ എന്ത് ചെയ്യും പോലീസ്? അവൻ നാളെ അകത്ത് പോകും, ചിലപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനകത്ത് പോകും. നിയമ സംവിധാനം അങ്ങനെയുള്ള അവനെ കോടതി എൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്, പോലീസ് കസ്റ്റഡി കൊടുത്തിരിക്കുകയാണ്. അവൻ്റെ ജീവനും അവന് യാതൊരു അപകടം ഉണ്ടാകത്തില്ല എന്നാണ്. അതിനല്ലേ മെഡിക്കൽ പരിശോധന കൂടെ നടത്തുന്നത്. പോലീസ് അവൻ്റെ ദേഹത്ത് കൈവെക്കും, അവനെ ചിലപ്പം കൈകാര്യം ചെയ്ത് പരിക്കേറ്റ് അവൻ ചത്തെങ്കിലോ. അതുകൊണ്ട് എല്ലാ ദിവസവും മെഡിക്കൽ പരിശോധന നടത്തുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള ആൾക്കാരെ എല്ലാ ദിവസവും കാരണം ആ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഒരു ഊണ്ട് വന്നാൽ പോലീസ് സമാനം പറയണ്ടേ? അതുകൊണ്ടാണ് ആ സുപ്രീം കോടതിയുടെ ആ ഒരു ഡയറക്ഷൻ എല്ലായിടത്തും ഇപ്പോൾ ഇന്ത്യ മുഴുവൻ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഒരാളെ കസ്റ്റഡി എടുത്ത് ഒരാഴ്ച പോലീസ് കസ്റ്റഡിയാണെങ്കിൽ എല്ലാ ദിവസവും അത് ചെയ്യേണ്ടി വരും. ആ 5-ാം ദിവസം വരെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണ് 6-ാം ദിവസം ഈ പരിക്കേറ്റെന്ന് പറഞ്ഞാൽ എന്ത് സമാധാനം പറയാനൊക്കെ പോലീസിന്? പോലീസ് വളരെ റിസ്ക്കിയാണിത്. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ റിസ്ക്കിയാണ്. അത് നേരത്തെ ആരാണ്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെയാണ് ഇവൻ കാണത്തില്ല, പൊടി പോലും കാണില്ല. കാരണം അത് എൻകൗണ്ടർ ചെയ്യാം. അതിനൊക്കെ അധികാരം പോലീസിന് ആരും വിനിയോഗിക്കുക. തമിഴ്നാട് പോലീസും ആന്ധ്ര പോലീസും ഡൽഹി പോലീസും ബോംബെ പോലീസും ഒക്കെ വിനിയോഗിക്കും. കേരളത്തിൽ അതിനുള്ള ഗട്ട്സ് ഇല്ല ഇവിടെ ആർക്കും. നിയമപരമല്ല, ഒരു വയലൻ്റായ ഒരുത്തനെ കസ്റ്റഡിയിൽ ചാടിപ്പോൾ അവനെ വെടിവെച്ചിടാമല്ലേ? അപ്പോൾ അത് പോലീസ് ചെയ്യുന്നില്ല. അത് പലർക്കും പിടിക്കുന്നില്ല. കാരണം അതിന് ജുഡീഷ്യൽ, കേരളത്തിൽ ആയതുകൊണ്ട് ജുഡീഷ്യൽ എൻക്വയറിയാണ്. തമിഴ്നാട്ടിൽ അതൊന്നും കാണത്തില്ല. കസ്റ്റഡിയിൽ നിന്ന് ഒരുത്തൻ ചാടിപ്പോയെന്ന് പറഞ്ഞാൽ അവനെ വെടിവെച്ചിടും, കൊല്ലും. പക്ഷേ ഇവിടെ ആരും അതിന് തയ്യാറാകത്തില്ല. കാരണം ആ രീതിയിലുള്ള അന്വേഷണം കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം ഒതുക്കേണ്ടവനെ ഒതുക്കിയേ പറ്റുള്ളൂ. ഏത് ഗുണ്ടയായാലും ശരി, അവൻ അടിയേ പേടിയുള്ളൂ. അതുകൊണ്ടല്ല അവൻ ഗുണ്ടയായത്. അടി കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. അമേരിക്കൻ പോലീസ് ലോകത്തിലെ ഏറ്റവും വലിയ പോലീസാന്ന് പറഞ്ഞാലും നല്ല അടി അവിടെ കൊടുക്കും. ഇങ്ങനെയുള്ളവനെയൊക്കെ ഉപദേശിച്ചുകൊണ്ടൊന്നും ഒന്നും മാറാൻ പോകുന്നില്ല. ഇവൻ്റെ മൈൻഡെല്ലാം മാറി ക്രിമിനൽ മൈൻഡായിട്ട് കിടക്കുന്നവനെ എന്ത് പേടിയുണ്ടവന്? അവൻ ആരോഗ്യം പോകുമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഏമതെണ്ണം കിട്ടുന്നുണ്ട്, അവൻ താന്നു വരും. അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ ചെറിയ വടി കൊണ്ടൊക്കെ അടിച്ചടിച്ചാണ് നമ്മൾ അവരെ കൊണ്ടുപോകുന്നത്. അത് മാറി. അതുകൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ കുട്ടികൾ ഇപ്പോൾ എല്ലാവരും കൊല്ലാൻ. അവനൊന്നും പേടിക്കണ്ട, അവന് നല്ല ധൈര്യമാണ്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ അവന് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. ആരാണ്? അവനൊരു പ്രൊട്ടക്ഷനും ഇല്ല. 12 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, മുകളിലോട്ടുള്ളവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അത് ജുഡീഷ്യൽ കോടതിയിലൊക്കെ ട്രയൽ ചെയ്യുന്ന പോലെ അല്ല. ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ മർഡർ കേസാണെങ്കിൽ മർഡർ കേസിന് ട്രയൽ ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ആരും ഇവിടെ മിടുക്കന്മാരാകാൻ ശ്രമിക്കരുത്. കുട്ടികൾക്ക് നല്ല അറിവുള്ള കുട്ടികളാണ് ഇപ്പോൾ. അതുകൊണ്ട് പ്രൊട്ടക്ഷനുണ്ട്. അണ്ടർ 18, 12 മുകളിൽ. ഇവനെ നേരത്തെ പറഞ്ഞല്ലോ, കൂട്ടമായിട്ട് കൊന്നാൽ അതിന് നടപടിയില്ലാതെ. ഇവനൊക്കെ ഏത് ലോകത്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരുടെ അടുത്തൊന്നും കൺസെഷൻ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പം
ഷഫാസിനെയോ എന്തോ ഒരാളെ കൊന്നിട്ട് അയാളെ കൊന്നിട്ട് പിറ്റേ ദിവസം പരീക്ഷ എഴുതുന്നില്ല. അതൊക്കെ നല്ല ലക്ഷണമല്ല. ഒരു 3 വർഷം കഴിഞ്ഞ് അവന് പരീക്ഷ എഴുതാവുള്ളൂ. അവനൊരു പണിഷ്മെൻറ്റ് വേണ്ടേ അങ്ങനെയെങ്കിലും? അതിനകത്ത് അവിടുത്തെ ഇവിടുത്തെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ഞാൻ എതിരാണ് ആ കാര്യത്തിൽ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ കുട്ടികൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെയുള്ളവരാണ്. അതൊക്കെ എന്ത് ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പണിഷ്മെൻറ്റ് എന്തിനാണ് വെച്ചത്? ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ BNS പണിഷ്മെൻറ്റ് വെച്ചിരിക്കുന്നതാണ്. അവൻ എന്തെങ്കിലും ഒരുത്തിനും അവർക്ക് ചവിട്ടുവല്ലം ചെയ്ത് അതിന് ശിക്ഷ 6 മാസം അല്ലെങ്കിൽ 3 വർഷം അകത്ത് കിടക്കണം. എങ്കിലേ മനുഷ്യർ അങ്ങനെയാണ് ഈ സൊസൈറ്റി നിലനിർത്തുന്നത്. അതിന് ഘടകവിരുദ്ധമായാണ് ആ പയ്യനെ കൊന്നിട്ട് അവരെ പരീക്ഷയ്ക്ക് എഴുതാൻ വിട്ടത്. ഒരിക്കലും ശരിയായില്ല എന്ന് ഞാൻ കൂടെ പറയുന്നതിൻ്റെ കാരണം അത് അങ്ങനെയല്ല ഇത് കൈകാര്യം ചെയ്യണം. ആരാണ് അത് ഇവന് വേണ്ടി ഈ കുട്ടികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ആ തന്തയും തള്ളയും കൂടെ പ്രതിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സമൂഹം ഈ കൈവിട്ടു പോയി, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞ് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ഇപ്പം നമുക്ക് ഈ ഇവിടുത്തെ കേസിൽ ഈ പയ്യനും അങ്ങനെയാണ്. അവൻ അങ്ങനെ വളർന്നു വന്നിരിക്കുന്നു. ഇവിടുത്തെ തലമുറ റെപ്രസെൻറ്റേറ്റീവ് ആണ് അവൻ.